ാണ് നടി കാവ്യ മാധവൻ്റെ അച്ഛൻ പി മാധവൻ അന്തരിച്ചു. അദ്ദേഹത്തിന് 75 വയസ്സ് പ്രായമായിരുന്നു. ഇന്നലെ ചെന്നൈയിലായിരുന്നു അന്ത്യം. സംസ്കാരം പിന്നീട് കൊച്ചിയിൽ നടക്കുമെന്നാണ് സൂചന. ഇപ്പോൾ മൃതദേഹം കൊച്ചിയിലേക്ക് കൊണ്ടുപോയി എന്ന് ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് ഞങ്ങളുടെ പ്രതിനിധി അറിയിക്കുന്നു. റഹീസ് തത്സമയം ചേരുന്നു. റഹീസ്, ഗുഡ് മോർണിംഗ്. എപ്പോഴായിരുന്നു മരണം സംഭവിച്ചത്? കാവ്യയൊക്കെ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ? മോർണിംഗ് എസ് കെ എൻ. ഇന്നലെ രാത്രിയോടുകൂടി നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ നുങ്കമ്പക്കത്തെ സ്ട്രീറ്റിലെ അവരുടെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷമായിരുന്നു എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. പെട്ടെന്ന് വീട്ടിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം ചെന്നൈയിൽ തന്നെയായിരുന്നു താമസിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ പല പരിപാടികളിലും അദ്ദേഹത്തിനെ പലപ്പോഴും നമ്മളടക്കം കാണുമായിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷം വീട്ടിൽ വെച്ച് പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു. കാവ്യമാധവനും ഒപ്പം തന്നെ ദിലീപും അടക്കമുള്ളവർ ഇന്നലെ ഈ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയോടുകൂടി അദ്ദേഹത്തിന് വയ്യാതാകുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 75 വയസ്സായിരുന്നു പി മാധവൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഈ കാവ്യമാധവനുമായി പറയുമ്പോൾ ചേർത്ത് പറയേണ്ട ഒരാളാണ്. നന്നേ ചെറിയ പ്രായത്തിലാണ് കാവ്യമാധവൻ ഈ സിനിമാ രംഗത്തേക്കും ഒപ്പം തന്നെ ഈ നർത്തകിയായിട്ടുമൊക്കെ പല വേദികളിലെത്തുന്നത്. അവിടെയൊക്കെയും കാവ്യമാധവനൊപ്പം ഉണ്ടായിരുന്ന ഒരു നിറസാന്നിധ്യമാണ് അദ്ദേഹം. ചെറുപ്പകാലം മുതൽ തന്നെ മകളുടെ ഓരോ കഴിവിനെയും പ്രോത്സാഹിപ്പിച്ച് സിനിമയിലേക്ക് എത്തിച്ച് അതിന് വേണ്ട വെള്ളവും വളവും ഒക്കെ നൽകി വളർത്തി മലയാളത്തിനൊരു പ്രിയപ്പെട്ട നടിയെ സമ്മാനിക്കുന്നതിൽ അദ്ദേഹം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ചെന്നൈയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇദ്ദേഹം കാസർഗോഡ് സ്വദേശിയായിരുന്നു. പല ബിസിനസ്സുകളും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിലവിൽ എന്തായാലും രാവിലെ തന്നെ ഇദ്ദേഹത്തിനെ കൊച്ചിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയിട്ടുണ്ട്. 10:15 ഫ്ലൈറ്റാണ് എന്നാണ് ഇവിടെ നിന്നുള്ള നാട്ടുകാർ നൽകുന്ന സൂചന. അപ്പോൾ ഇവർ ഏതാണ്ട് ഒരു 7:30 ഇവിടെ നിന്നും ഈ ചെന്നൈ വിമാനത്താവളത്തിലേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം കൊച്ചിയിലേക്ക് 11:30 എത്തും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ദാരുണമായിട്ടുള്ള ഒരു അന്ത്യം, അപ്രതീക്ഷിതമായിട്ടുള്ള വിയോഗമാണ്. കാരണം പ്രത്യേകിച്ച് അങ്ങനെ കാര്യപ്പെട്ട അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുകൂടി ഇവർ പങ്കുവെക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഉണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പറയാൻ കഴിയുക. എസ് കെ എൻ. എന്തായാലും ഈ മാധവൻ ചേട്ടൻ നമുക്കൊക്കെ ബന്ധമുണ്ടായിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നമുക്കുള്ള വിഷമം നമ്മൾ രേഖപ്പെടുന്നു. അതുപോലെ ആദരാഞ്ജലികളും.